ഹേ ഹലോ അസ്സലാമലൈക്കും, ഇറ്റ്സ് മീ ഇല്ലൂസ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കണ്ടായിരിക്കും അല്ലേ പാണ്ട ഹൗസ്. അതെ, ഇന്നത്തെ വീഡിയോ പാണ്ട ഹൗസ്, അതും മിഡിൽ ഈസ്റ്റിലെ ഖത്തറിലുള്ള പാണ്ട ഹൗസിൻ്റെ വിശേഷമായിട്ടാണ് ഞാൻ ഇന്ന് വന്നേക്കുന്നത്. ഇത് ആക്ച്വലി നമ്മൾ പോയിട്ടിപ്പം 1 year ആവും. അപ്പോൾ ഞാൻ അവിടുത്തെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടുത്തെ പാണ്ട സ്പീഷീസ് എന്ന് പറയുന്നത് ജെയിൻറ്റ് പാണ്ട എന്നാണ്. ഈ പറയുന്ന ജെയിൻറ്റ് പാണ്ടാസിന് ഗിഫ്റ്റായിട്ട് നൽകിയത് ചൈനക്കാരാണ്. അതായത് ചൈനയിലാണല്ലോ ഈ ജെയിൻറ്റ് പാണ്ടാസ് കൂടുതലായിട്ട് കാണുന്നത്. അവരെ ഈ ഫിഫ വേൾഡ് കപ്പ് ഓർഗനൈസ് ചെയ്യുന്നുണ്ട് ഖത്തറിന് സമ്മാനിച്ചതാണ്. അപ്പം നമ്മൾ ഇവിടെ ഇങ്ങോട്ട് പോകുന്നതിന് ഓൺലൈനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അതും ഓൺ എന്ന് പറയുന്ന ഒരു ON എന്ന് പറയുന്ന ഒരു ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മളിവിടെ ടിക്കറ്റ് കൗണ്ടറുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കണം. അപ്പം നമ്മളവർ അകത്തോട്ട് കയറ്റും. അതും മോർണിംഗ് 9 AM to 5 PM വരെയാണ് ഇതിൻ്റെ ടൈമിങ്. ആൻഡ് ഇവിടെ 2 സ്പീഷീസ് ഉണ്ട്, ഒന്ന് ഫീമെയിലും ഒന്ന് മെയിലും. ആൻഡ് ഫീമെയിലിൻ്റെ പേര് സുറയെന്നും മെയിലിൻ്റെ പേര് സുഹൈലെന്നുമാണ്. ഞാനൊരു പാണ്ട ലവർ ആയതുകൊണ്ട് തന്നെ ഇതിനെ കണ്ട എക്സൈറ്റ്മെൻറ്റോടുകൂടി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ വന്നിട്ട് ഇവർക്ക് പറ്റുന്ന എൻവയോൺമെൻറ്റ് ഇവരിവിടെ കൺട്രോൾഡ് ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെച്ചേക്കുകയാണ് ഇവരെ. ആൻഡ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഫുഡാണെങ്കിലും എന്താണെങ്കിലും ഇവർക്ക് കൊടുക്കും. ഞാൻ അവനെ കണ്ടപ്പോഴേ എനിക്കാണെങ്കിൽ എൻ്റെ പൊന്നു, എനിക്ക് എന്ത് സന്തോഷമാണെന്ന് അറിയോ ആ സംഭവം ഉണ്ടായാൽ. ഞാനിത് സത്യം പറഞ്ഞാൽ ഇത് ടോയ്സൊക്കെ ആയിട്ടേ കണ്ടിട്ടുള്ളൂ, ജീവിതത്തിൽ കാണാൻ പറ്റുമെന്ന് പോലും ഞാൻ വിചാരിച്ചില്ല. ആൻഡ് ഇതെന്ന് പറയുന്നത് ഇവർക്ക് ഫുഡ് മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ്. അതായത് ഇവർ കഴിച്ച ഇതൊക്കെ എടുത്ത് മാറ്റി ആ സമയത്ത് ഇവരെ അകത്തിട്ടേക്കും കേട്ടോ. എന്നിട്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ബാംബൂ ട്രീസും ബിസ്ക്കറ്റ്സും ക്യാരറ്റ്സൊക്കെ ഓരോ സ്ഥലത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ പറയുന്ന സ്ഥലത്ത് നിന്ന് കണ്ട പണ്ടക്കുട്ട ഇറങ്ങി വരുന്ന കണ്ടോ, ഇവ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഇവൻ്റെ വേണ്ടിയിട്ടുള്ള ഓരോ ബിസ്ക്കറ്റും ഓരോ ബാംബൂ ട്രീസും എല്ലാം ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇവ ഇങ്ങനെ മെല്ലെ ഇങ്ങനെ നടന്നു വന്ന് എവനാണോ എവളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്ത് ക്യൂട്ടല്ലേ കാണാൻ, നോക്ക്. അയ്യോ, എന്ത് രസമായിരുന്നു എന്നൊക്കെ. ഇത് ആക്ച്വലി ഒരു ഗ്ലാസിൻ്റെ അകത്താണെങ്കിലും നമുക്ക് കാണുമ്പം ഡയറക്റ്റായിട്ട് കാണുമെന്നേ തോന്നുള്ളൂ. ആൻഡ് അവിടെ ഒരു ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആശാൻകുട്ടൻ അതും കഴിച്ച് ഞം എന്നും പറഞ്ഞ് കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പോയി അങ്ങ് കെട്ടിപ്പിടിച്ചോളാൻ വയ്യ. എന്തായാലും എന്തൊരു ക്യൂട്ടെന്ന് നോക്ക്. അവിടെ നിന്ന് അവൻ നേരെ ചാടി ഇറങ്ങി എല്ലാം അങ്ങോട്ട് പോയി ബാമ്പൂ ഒക്കെ കഴിക്കുന്നുണ്ട്. എവരെന്ന് വെച്ചാൽ എല്ലാം കയ്യിലിങ്ങനെ ചുരുക്കി പിടിച്ചിട്ട് എല്ലാം കൂടി ഒരുമിച്ച് പിടിച്ച് കടിച്ച് മുറിച്ച് കഴിക്കുകയാണ് ചെയ്യണേ. കണ്ട ഒരു മന്ദബുദ്ധി ലുക്കൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ബുദ്ധിയുള്ളവരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മന്ദബുദ്ധികളാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ലുക്ക് വൈസ് ഇവർ ഒരു സ്ഥലത്തിരുത്തി അവരങ്ങനെ അങ്ങ് ഇരിക്കും ഗായ്സ്. എന്താണോ എന്തോ, നല്ല രസമല്ലേ ഇങ്ങനെ ഇരിക്കണതാണ്. ആൻഡ് ഇവിടെ ടിക്കറ്റ് റേറ്റ്സ് വരുന്നത് 50 റിയാൽ, അധികമായിട്ട് തോന്നില്ല. കാര്യം അവർക്കുള്ള ഫുഡും അവർക്കുള്ള മെയിൻ്റനൻസും അവരുടെ ടെമ്പറേച്ചർ കൺട്രോളിനൊക്കെ വേണ്ടിയിട്ടാണ് അത്ര എമൗണ്ട് അവർ പേ ചെയ്യുന്നത് പെർ അഡൽറ്റ്. ചിൽഡ്രൻസിന് വേറെ എമൗണ്ടാണ്. അങ്ങനെ നമ്മളിങ്ങനെ പാണ്ടയായിട്ട് കുറേ നേരം അവിടെ നിന്ന് കേട്ടോ. നമ്മൾ അറൗണ്ട് ഒരു 3 o'clock കഴിഞ്ഞിട്ട് എത്തിയത്. ആൻഡ് 5 o'clock ഇത് ക്ലോസ് ആവുകയും ചെയ്യും. പക്ഷേ ഞാനും ഇക്കായുമായിരുന്നു ലാസ്റ്റ് അവിടുത്തെ മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം ഞാൻ ഷെയർ ചെയ്യണേയിരിക്കും. ആൻഡ് ഞാനും ഇക്കായി ഇത് മാറിയും തിരിഞ്ഞും ഫോണിലെടുത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വീഡിയോസ് വരുന്നത്. എവർ നമ്മളടുത്തോട്ട് ഇൻട്രാക്ട് ചെയ്യും. ആ വീഡിയോസ് ഇനി കാണാം കേട്ടോ. Ready. നോക്കി
പോടോ ഓടോ 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 പോയി അവിടെ അല്ല ഇങ്ങോട്ടല്ലേ മണ്ണാക്കി ഓ ഡാറ്റി He'll get a pot. Need to have a pot. He needs to have a pot. He'll get a pot. ആക്ച്വലി നമ്മൾ ഒത്തിരി ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാണ്ട വന്ന് നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്തത്. ആക്ച്വലി ആ ക്ലാസ് ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ഇതെന്ത് ചെയ്യുമെന്നുള്ളത്. പക്ഷേ എന്ത് രസമായിരുന്നറിയോ ഇത് വന്നിട്ട് നമ്മളെ ഒത്തിരി ഇങ്ങനെ ഹാപ്പി ആക്കാനായിട്ട് നോക്കുന്നുണ്ട്. അവിടെ വന്ന് ഇങ്ങനെ അത് കളിക്കാട്ടോ, അങ്ങ് വരെ പോവും, പിന്നെ ആവശ്യം വീണ്ടും തിരിച്ചു വരും, പിന്നെ ഇങ്ങനെ വന്ന് നമ്മളുമായിട്ട് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്യുക ചെയ്യണത്. ആൻഡ് അവിടെ വന്നിട്ട് കുറച്ച് മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ കുറേ ആക്ടിവിറ്റീസുകളുണ്ട്, പെയിൻറ്റിങ്ങും പിന്നെ കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്. ഇവർ തമ്മിൽ ഈ പാണ്ഡെ വെച്ചിട്ടുള്ള കുറച്ച് ഗെയിംസൊക്കെ ഉണ്ട്, അതെല്ലാം നമുക്ക് യൂസാക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും താഴെ പോയി. കാര്യം എനിക്കാണെങ്കിൽ ഈ പാണ്ഡേനെ കണ്ട് കൊതി തീർന്നില്ല. മീൻസ് എന്തോ വീണ്ടും ഞാൻ താഴെ പോയപ്പോഴത്തേക്കും ഇവരെ അകത്ത് വേറൊരു സ്ഥലത്തിട്ടേക്കാം. കാര്യം അവിടെ കുറച്ച് നിങ്ങൾ കാണുന്നില്ല, ഈ ബാംബൂ ലീവ്സൊക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവരത് കഴിക്കാൻ വരും. അപ്പോൾ ഈ പാണ്ഡയ്ക്ക് എന്തോ എൻ്റെ ഡ്രസ്സും ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, പാണ്ഡയ്ക്ക് എന്നെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ പാണ്ഡ എന്ത് ചെയ്തേ, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തോടി എന്നും പറഞ്ഞുള്ള രീതിയിൽ പാണ്ഡ എനിക്ക് കുറേ എൻ്റെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ ചേർന്ന് നിന്ന് അങ്ങനെ ഞാൻ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ആ ടൈമിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ തലവിടാനൊക്കെ നിന്ന് കേട്ടോ. പാണ്ഡ നല്ല രസമില്ലേ ഗൈസ് കാണാൻ? അയ്യോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞ് ടൈം ഒത്തിരി ലേറ്റായി, നൈറ്റായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പാണ്ഡ വിശേഷങ്ങൾ. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.